മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോവൽ അവിചാരിതം. ഓട്ടോയിൽ മാമ്പള്ളി വീടിന് മുമ്പിൽ മൃദുല ചെന്നിറങ്ങുമ്പോൾ ആദ്യം നോക്കിയത് മുറ്റത്ത് മഹേഷിന്റെ കാർ കിടപ്പുണ്ടോ എന്നാണ്. കാർ കാണാതിരുന്നപ്പോൾ അവൻ വീട്ടിലില്ലെന്ന് അവൾ നിരാശയോടെ ഓർത്തു. ഓട്ടോ ചാർജ് കൊടുത്തിട്ട് അവൾ വീട്ടിലേക്ക് കയറി ചെന്നു. പുറത്താരെയും കണ്ടില്ല. മണിച്ചേച്ചി, വരാന്തയിൽ കയറി മൃദുല വിളിച്ചു. മണിയമ്മ അകത്തു നിന്ന് ഇറങ്ങി വന്നു. മൃദുലയെ കണ്ടതും മുഖം വിടർന്നു. നീ മാത്രമേ വന്നുള്ളൂ? ജയരാമൻ എവിടെ? ഞാൻ കണ്ണമ്പ്ര ഭഗവതി ക്ഷേത്രം വരെ വന്നതാ. കാര്യങ്ങളൊക്കെ മണിച്ചേച്ചിയോട് മഹി പറഞ്ഞോ? ജയരാമന് ലോട്ടറി അടിച്ച കാര്യമല്ലേ? അവൻ പറഞ്ഞു. ഭാഗ്യമുള്ളവനാ ജയരാമൻ. പുറത്താരോടും പറയരുതെന്ന് മഹി പറഞ്ഞതുകൊണ്ട് മഞ്ജുവിനോട് പോലും ഞാൻ പറഞ്ഞില്ല. അവളുടെ കാതിലെത്തിയ 10 പേരറിയും. അത് മതി. ജയേട്ടൻ മഹിയെയും അബുദാബിക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ വിവരം സ്വന്തം ഏട്ടത്തിമാരെ കൂടി അറിയിച്ചിട്ടില്ല. ഇപ്പോ പറഞ്ഞില്ലേലും അവൻ അവരെ സഹായിക്കും. മഹിയുടെ കാര്യം എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അവന് കൈയോടെ 7 കോടി രൂപ കൊടുക്കും. എന്തെങ്കിലും ബിസിനസ് ചെയ്യട്ടെന്നാ ജയേട്ടൻ പറഞ്ഞത്. മൂക്കത്ത് വിരൽ വെച്ച് അത്ഭുത സപ്തയായി മണിയമ്മ നിന്നു. വീടും പറമ്പും വിറ്റു ഗുരുവായൂർക്ക് താമസം മാറ്റാനാ ഞങ്ങളുടെ തീരുമാനം. ജയേട്ടൻ അവിടെ പോയൊരു വീടിന് വാക്കു പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാം നല്ലതിന്. മഹി എവിടെ പോയി? ഇന്നലെ പോയതാ. രാവിലെ വിളിച്ചതുമില്ല. കരമടയ്ക്കാൻ വീട്ടിൽ നിന്ന് ആധാരം മഹി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് വാങ്ങാനാ ഞാൻ വന്നത്. വീട് നോക്കാൻ വരുന്നവർ ആധാരം ചോദിക്കുന്നുണ്ട്. അവൻ വരാതെ എടുക്കാൻ പറ്റില്ല. മുറിയുടെ താക്കോല് അവന്റെ കയ്യിലാ. മണിച്ചേച്ചി ഫോൺ എടുത്തോണ്ട് വാ. ഞാൻ അവനോട് വിവരം പറയാം. നാളെ അത് വീട്ടിൽ കിട്ടിയേ പറ്റൂ. മണിയമ്മ അകത്തേക്ക് പോയി. അങ്ങനെ അവനെ അങ്ങ് വിടാൻ പറ്റില്ലെന്ന് മൃദുല ഓർത്തു. തന്റെ നമ്പർ അവൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് സംശയിച്ചാണ് വന്നത്. മണിയമ്മ ഫോണുമായി വന്നു. ചെറിയ ഫോൺ മൃദുല വാങ്ങി. അവരെ എങ്ങനെ ഒഴിവാക്കാമെന്ന് ആലോചിച്ചപ്പോൾ മണിയമ്മ പറഞ്ഞു, നീ ഇരിക്കെ, ഞാൻ ചായ ഇടാം. ആടിനെ ഒന്ന് പിഴിയുന്ന സമയമേ ഉള്ളൂ. മണിച്ചേച്ചി തിടുക്കമൊന്നും കാണിക്കേണ്ട. വീട്ടിലാരുമില്ല. കുറച്ചു കഴിഞ്ഞേ ഞാൻ പോകുന്നുള്ളൂ. സന്തോഷത്തോടെ മണിയമ്മ അകത്തേക്ക് പോയി. മഹേഷിന്റെ നമ്പർ എടുത്ത് കോൾ ചെയ്തിട്ട് അവൾ മുറ്റത്തിറങ്ങി. റിങ് ചെയ്യുന്നത് കേട്ടു. എന്താ അമ്മേ? അമ്മയല്ല, ഞാനാ മൃദുല. നീ കോൾ കട്ട് ചെയ്യരുത്. ചെയ്താൽ നീ വരുന്നത് വരെ ഞാൻ നിന്റെ വീട്ടിലിരിക്കും. ഞാനിപ്പോ നിന്റെ വീട്ടിലാണെന്ന് മനസ്സിലായല്ലോ. മറുപടി വന്നില്ല. നീ എന്റെ നമ്പർ പോലും ബ്ലോക്ക് ചെയ്തു വെച്ചു. ഞാനും നീയും തമ്മിലുള്ള ബന്ധം അതിൽ തീരുമെന്ന് നീ കരുതിയോ? എന്നെ ഒരു തീച്ചൂളയിൽ പിടിച്ചു തള്ളി രക്ഷപ്പെട്ടു പോകാമെന്നാണ് നിന്റെ മനസ്സിലിരിപ്പെങ്കിൽ അത് നടക്കില്ല മഹി. ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് പറയുക, മൃദുല ആത്മഹത്യ ചെയ്യില്ല. എനിക്ക് കയറി വന്ന് താമസിക്കാൻ ഒരു വീടുണ്ട്. അവിടെ തന്നെയാ ഞാനിപ്പോ നിൽക്കുന്നത്. ഞാൻ തിരിച്ചു പോകണമെങ്കിൽ എന്റെ കയ്യിൽ വീടിന്റെ ആധാരം ഉണ്ടാവണം. അല്ലാതെ ഞാൻ പോവില്ല. മൃദുല വരാന്തയിലേക്ക് പാളി നോക്കി. കരമെടുക്കാൻ ആധാരം കൊണ്ടുപോയ നീ അതിവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നിന്റെ അമ്മയോട് ഞാൻ പറഞ്ഞത്. അതിന്റെ ബലം മതി എനിക്കിപ്പോ ഇവിടെ നിൽക്കാൻ. നീ എന്തു ഭാവിച്ചാടി ഇറങ്ങിയിരിക്കുന്നത്? രണ്ടും ഭാവിച്ച്. ഒന്നുകിൽ എനിക്ക് ആധാരം മടക്കി കിട്ടണം, അല്ലെങ്കിൽ നിന്റെ അമ്മയുടെ കൂടെ ഞാൻ ഇവിടെ ജീവിക്കും. മകൻ എന്റെ വീടിന്റെ ആധാരം എന്ത് ചെയ്യുന്നതെന്ന് അവർ അറിയട്ടെ. ഞാൻ ആ ഭാമിനിയെ ചെന്ന് കണ്ട് സംസാരിച്ചതാ. അവർ ആ പണം കൊണ്ട് എറണാകുളത്ത് ഫ്ലാറ്റ് വാങ്ങി. ആ വഴി അടഞ്ഞതുകൊണ്ടാ നിന്നെ ഞാൻ വിളിക്കാതിരുന്നത്. പലരോടും ചോദിച്ചു. സഹായിക്കാൻ ആരും തയ്യാറല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? നീ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. കയ്യിലുള്ള 1.5 കോടി കൊണ്ട് നിന്റെ പടം തീർക്കാം. ജയേട്ടന്റെ ഔദാര്യം നിനക്ക് വേണ്ട. 100 കോടി വാരുമെന്നല്ലേ നീ പടത്തെക്കുറിച്ച് പറഞ്ഞത്? നിന്റെ മനസ്സിൽ അതാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ടടാ. 1.5 കോടി കൊണ്ട് ഷൂട്ട് തീർക്കാൻ പോലും പറ്റില്ല. നീ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ സാമർഥ്യമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. നീ ഒരു കാര്യം ഓർക്കണം. സെക്സിന് വേണ്ടി മറ്റൊരാളുടെ ഭാര്യയുടെ പിന്നാലെ പോകാം. അപകടം വന്നാൽ തലയൂരി പോകാനും കഴിയും. പക്ഷേ അവളുടെ സകല സമ്പാദ്യവും ഊറ്റിയെടുത്തിട്ട് ഒരുത്തനും രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. ജയേട്ടൻ ഇങ്ങോട്ട് വരട്ടെ. നാട്ടുകാരെയും വിളിച്ചു കൂട്ടട്ടെ. നീ എന്നെ കൊണ്ട് ചെയ്യിച്ചതൊക്കെ ഞാൻ പറഞ്ഞോളാം. അമ്മൂനെയും ജയേട്ടനെയും ഇല്ലാതാക്കാൻ നീ കൊട്ടേഷൻ കൊടുത്തതുവരെ നിന്നെ ഞാൻ രക്ഷപ്പെട്ടു പോകാൻ അനുവദിക്കില്ലടാ. നീ നല്ലവനായി സമൂഹത്തിൽ ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. എന്നെ ട്രാപ്പിൽപ്പെടുത്തി എന്റെ നഗ്നചിത്രങ്ങൾ കാണിച്ചാണ് നീ ഇതൊക്കെ ചെയ്തതെന്ന് എല്ലാവരോടും ഞാൻ വിളിച്ചു പോവും. ഭയന്ന് നീ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചു. എടി, നാവടയ്ക്കടാ. പത്രത്തിലൊക്കെ വരാൻ പോകുന്നത് എന്താണെന്ന് നിനക്ക് വിവരിച്ചു തരണ്ടല്ലോ.
ഞാൻ പറയുന്നതേ ആളുകൾ വിശ്വസിക്കൂ. ഒരു പെണ്ണ് തുനിഞ്ഞിറങ്ങിയാൽ അവളെ തടയാൻ പിന്നെ ഒരുത്തനും കഴിയില്ല. ഇല ചെന്ന് മുള്ളിൽ വീണാലും മുള്ളിലയിൽ വീണാലും കേട് ഇലയ്ക്കാണെന്നല്ലേ പറയാറ്. എന്നാൽ കേട് വന്ന ഇലയ്ക്ക് ഏത് മുള്ളിന്റെയും മുന ഒടിക്കാമെന്ന് കൂടി മനസ്സിലാക്കി വെച്ചോ. നിന്നെ പോലുള്ളവർക്ക് അതൊരു പാഠമാ. നീ ഇപ്പോ തിരിച്ചു പോ. ആധാരം തിരിച്ചെടുക്കാൻ ഇനി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. അവൻ ഭയന്നു തുടങ്ങിയെന്ന് മൃദുലയ്ക്ക് മനസ്സിലായി. നോക്കിയാ പോരാ, നാളെ രാവിലെ 10 മണിക്ക് നീ അതുമായി വീട്ടിൽ വരാമെന്ന് ഉറപ്പ് തന്നാൽ ഞാൻ പോകും. 10 മണി വരെ ഞാൻ കാത്തിരിക്കും. നിന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തന്നെ വരും. അതിനിടയിൽ നീ നിന്റെ അമ്മയെ ഇവിടെ നിന്നു മാറ്റിയാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. എന്നിട്ട് നിന്റെ ഈ വീടിന്റെ വരാന്തയിൽ വന്ന് സത്യാഗ്രഹം ഇരിക്കും. അപ്പോഴേ ജയേട്ടൻ വിവരമറിയൂ. എടാ ചെക്ക, താലി കെട്ടിയവനെ വഞ്ചിച്ചവളാ ഞാൻ. പിന്നെ എന്നെ ചതിക്കാമെന്ന സ്വപ്നം കാണുന്ന നീ, ദയവായി നീ ഇപ്പോൾ തിരിച്ചു പോ. നിന്നെ ഞാൻ ഒരിക്കലും ചതിക്കില്ല മൃദുലേ. എന്റെ ഭാഗ്യം നീയാ. അത് നിന്റെ ദൗർഭാഗ്യമാകാതിരിക്കാൻ പ്രാർത്ഥിക്ക്. ഫോൺ വെച്ചോ. നാളെ 10 മണി വരെ നിനക്ക് സമയമുണ്ട്. അതിനിടയിൽ നിന്നെ വിളിക്കാൻ പോലും ഞാൻ ശ്രമിക്കില്ല. നിന്റെ വിധി നീ തന്നെ നിശ്ചയിച്ചോ. സർവ്വതും നശിച്ച എനിക്കെന്ത് വിധി? മൃദുല സംസാരം അവസാനിപ്പിച്ചു. അവൻ വിരണ്ടെന്ന കാര്യം ഉറപ്പാണ്. 1.5 കോടി രൂപ കണ്ടെത്താൻ അവൻ മനസ്സ് വെച്ചാൽ നടക്കുക തന്നെ ചെയ്യും. ആ സ്ത്രീയെ കണ്ടെന്ന് അവൻ പറഞ്ഞത് കള്ളമാണ്. സാരി തലപ്പുകൊണ്ട് മുഖവും കഴുത്തും തുടച്ചിട്ട് മൃദുല വരാന്തയിൽ കയറി കസേരയിലിരുന്നു. അമൃത വാതിൽ തുറന്നപ്പോൾ ജയരാമൻ സിറ്റൗട്ടിൽ കയറി കസേരയിൽ ചെന്നിരുന്നു. ആ സ്ത്രീ ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞാ പോയത്. ഇതുവരെയും വന്നിട്ടില്ല. കടന്നു കളഞ്ഞതായിരിക്കുമോ? അമൃതയുടെ ചോദ്യത്തിൽ ഭയം നിഴലിച്ചു. എന്തായാലും അവൻ അവളെയും കൊണ്ട് പോവില്ലെന്ന് നമുക്കറിയില്ലേ. പോയത് മണിച്ചേച്ചിയുടെ വീട്ടിലേക്കാവും. ജയരാമൻ അനുമാനിച്ചു. ഇന്നലെ മുതൽ അവർ ആകെ അങ്കലാപ്പില. അയാൾ കൈവിട്ട് കളഞ്ഞതാണെന്ന് ഏറെക്കുറെ ഉറപ്പായി. ലോട്ടറി പണം കിട്ടുന്ന സന്തോഷമൊക്കെ പോയി. ഈ വീടും പറമ്പും നമുക്ക് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയൊന്നും വേണ്ട മോളെ. ആധാരം പണയപ്പെടുത്തി കിട്ടിയ കാശൊക്കെ എന്നേ വെള്ളത്തിൽ പോയി. 10 രൂപ സ്വന്തമായി ഉണ്ടാക്കാൻ നിവർത്തിയില്ലാത്തവൻ എവിടുന്നാ ഇനി 3 കോടി രൂപ ഉണ്ടാക്കാൻ പോകുന്നത്? നമുക്ക് നോക്കാച്ച. എനിക്കും അച്ഛനെ പോലെ പ്രതീക്ഷയൊന്നുമില്ല. സഞ്ജു പറഞ്ഞത് നമ്മൾ കേട്ടില്ലെന്ന് വേണ്ട. ഈ നാടൻ വിട്ട് എവിടേക്കെങ്കിലും പോകാനാ സത്യത്തിൽ ഞാനും ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുറച്ച് രൂപ കൊണ്ട് ചെറിയൊരു വീട് വാങ്ങണം. 1-2 ജില്ല വിട്ട് വേണം പോകാൻ. 30 ലക്ഷം കൊടുത്താൽ കുറച്ച് ഉള്ളിലായി തെറ്റില്ലാത്തൊരു വീട് വാങ്ങാം. ഞാനതേപ്പറ്റി സഞ്ജുവിനോട് സൂചിപ്പിക്കുകയും ചെയ്തു. ഇവിടെ നിന്നിറങ്ങിയാൽ നമ്മൾ ചെന്ന് കയറുന്നത് നമ്മുടെ സ്വന്തം വീട്ടിലാവണം. അങ്കിളൊന്ന് വെയിറ്റ് ചെയ്യാനാ അവൻ പറഞ്ഞത്. അവൻ ഇത്രയ്ക്ക് പ്രതീക്ഷ വെക്കാനുള്ള കാരണം മനസ്സിലാവാത്തത്. ഒരു ഓട്ടോ ഗേറ്റിന് മുന്നിൽ നിന്നു. അതിൽ നിന്ന് മൃദുല ഇറങ്ങുന്നത് അമൃത കണ്ടു. തിരിച്ചെത്തിയിട്ടുണ്ട്. അവൾ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. സാവധാനം മൃദുല കയറി വന്നു. നീ എന്താ വൈകിയത്? ഏത് ക്ഷേത്രത്തിലാ പോയത്? കണ്ണമ്പ്ര ഭഗവതി ക്ഷേത്രത്തിലാ. മണിച്ചേച്ചിയെ കൂടി ഒന്ന് കാണാമായിരുന്നില്ലേ? ആധാരമെടുക്കാൻ ഞാൻ പോയിരുന്നു. മഹി എറണാകുളത്താ. നാളെ അവൻ കൊണ്ടുവരാമെന്ന് ഫോണിൽ പറഞ്ഞു. ജയരാമനും അകത്ത് നിന്ന അമൃതയ്ക്കും വിശ്വസിക്കാനായില്ല. അവളുടെ മുഖത്ത് സന്തോഷമൊന്നുമില്ല. ജയേട്ടൻ കാപ്പി കഴിച്ചോ? ഞാനെടുത്ത് കഴിച്ചു. അമ്മു ഇവിടെയുണ്ടെന്ന് തോന്നുന്നു. എന്നോട് മിണ്ടാനൊന്നും വന്നില്ല. അത് കേട്ടപ്പോൾ അമൃത സ്റ്റെയർ കേസ് കയറി. മൃദുല അകത്തേക്ക് പോകാൻ തുനിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നലെ വന്ന കൂട്ടർ 3 കോടിയിൽ ഉറച്ചു നിൽക്കുക. അവർ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ ഞാൻ കടക്കിണിയിൽ പെട്ട് നിൽക്കുകയാണെന്നറിഞ്ഞു. വീട് വിൽക്കാനുള്ള നീക്കവും കടക്കാർ വന്ന് പ്രശ്നമുണ്ടാക്കിയതും നാട്ടിലെല്ലാവരും അറിഞ്ഞു. അവർ പറയുന്ന വിലയ്ക്ക് ഞാൻ വിൽക്കുമെന്ന പ്രതീക്ഷയിലാ അവർ ചവിട്ടി പിടിച്ചിരിക്കുന്നത്. ആ വിലയ്ക്ക് വിൽക്കുന്നത് നഷ്ടമല്ലേ? പിന്നല്ലാതെ. 4 കോടിയാണെങ്കിലും ഈ അവസ്ഥയിൽ ഞാൻ കൈ കൊടുത്തേനെ. 4.5 പുറത്തു വരുന്ന മുതല. വീട് മാത്രമാണോ? നാട്ടിലെ കണ്ണായ പറമ്പുമില്ലേ? പ്ലോട്ട് തിരിച്ചിട്ടാ 10 വീട് വെക്കാം. അവരോട് വിട്ടോളാൻ ഞാൻ പറഞ്ഞു. 2 ദിവസം കഴിയുമ്പോൾ കടക്കാര് വരും. നമ്മൾ എന്ത് ചെയ്യും ചെയ്യേട്ടാ? മൃദുല ഉത്കണ്ഠപ്പെട്ടു. ഒരു വഴി ദൈവം കാണിച്ചു തരാതിരിക്കില്ല. നിന്റെ പ്രാർത്ഥന വെറുതെയാവില്ല. ഞാൻ മനമുരുകിയാ പ്രാർത്ഥിച്ചത്. അവൾ അകത്തേക്ക് പോയി. വഴിക്കണ്ണുമായി ജയരാമൻ ഇരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു കാർ വേഗം കുറിച്ച് ഗേറ്റിനു മുന്നിൽ വന്നു നിന്നു. വണ്ടിയുടെ ശബ്ദം കേട്ട് മൃദുലയും സിറ്റൗട്ടിൽ വന്നു. ഇങ്ങോട്ടാണോ? ഇത് ജയേട്ടന്റെ പഴയ കൂട്ടുകാരൻ ചന്ദ്രേട്ടനല്ലേ? മൃദുല ചോദിച്ചു. മുണ്ടുള്ളി ചന്ദ്രനോ? ജയരാമൻ മുറ്റത്തിറങ്ങി. വെളുക്കെ ചിരിച്ചുകൊണ്ട് മുണ്ടുള്ളി ചന്ദ്രൻ ഗേറ്റ് കടന്നു വന്നു.
വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായോ? കൈ കൊടുത്തുകൊണ്ട് ജയരാമൻ സന്തോഷത്തോടെ ചോദിച്ചു. ഏയ്, നമ്മളൊന്നിച്ച് എത്ര കാലം ഇവിടെ പണിക്ക് വന്നതാ. തന്നെപ്പറ്റി ഒരു വിവരവുമില്ലെന്ന സങ്കടത്തിലായിരുന്നു ഞാൻ. കോങ്ങാടിന് വന്നപ്പോൾ നമ്മുടെ പഴയ ഷോപ്പിൽ ഞാൻ കയറി. മനോഹരനാ ചന്ദ്രന്റെ നമ്പർ തന്നത്. ചന്ദ്രൻ ഇപ്പോൾ തിരക്കോട് തിരക്കിലാണെന്നാ മനോഹരൻ പറഞ്ഞത്. വീടിന്റെ 2ാം നിലയുടെ പണി നടക്കുകയാണെന്നും കേട്ടു. വർക്ക് ഞാനങ്ങ് വിപുലീകരിച്ചു. കോയമ്പത്തൂരും പൊള്ളാച്ചിയിലും തിരുവനന്തപുരത്തുമൊക്കെ സൈറ്റുണ്ട്. എങ്കിലും നീ നാട്ടിലെത്തിയെന്നറിഞ്ഞ ഞാൻ വരാതിരിക്കൂ? സുഖമല്ലേ മൃദുലയ്ക്ക്? മൃദുലയെ നോക്കി ചന്ദ്രൻ ചിരിച്ചു. സുഖ. നിങ്ങളുടെ പഴയ പ്രണയകഥയൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. എൻ്റെ കൂടെ പ്ലംബിംഗ് വർക്കിന് ഈ നാട്ടിൽ വന്ന് മൃദുലയെ അടിച്ചെടുത്തതല്ലേ നീ? അന്ന് ഞാൻ കുറേ ഓടിയതാ. നിഷ്കളങ്കമായി ചന്ദ്രൻ ചിരിച്ചു. ഞങ്ങളത് മറക്കുവോ ചന്ദ്ര? കാറിൽ നിന്ന് 2 പേർ ഇറങ്ങി നിൽക്കുന്നത് ജയരാമൻ കണ്ടു. വീട് വാങ്ങാൻ ആരെങ്കിലും ഉണ്ടോയെന്ന് നീ ഇന്നലെ എന്നോട് ചോദിച്ചില്ലേ? അത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കല്ലേക്കുളങ്ങരയിലെ വീട്ടുടമയുടെ അനിയന. വടക്കാഞ്ചേരി പരിസരത്തെ ഒരു വീട് നോക്കി നടക്കുക. ഇവിടെ ബാങ്കിലാ പുള്ളിക്ക് ജോലി. ഞാൻ ഈ വിവരം പറഞ്ഞപ്പോൾ എന്നെയും കൂട്ടി പോന്നു. വരാൻ പറ ചന്ദ്ര. ചന്ദ്രൻ അവരെ കൈയാട്ടി വിളിച്ചു. സുമുഖരായ 2 ചെറുപ്പക്കാർ പരിസരം വീക്ഷിച്ച് അങ്ങോട്ട് വന്നു. ഇത് ചന്ദ്രബാബു സർ, SBIയിലെ ബ്രാഞ്ച് മാനേജരായി വർക്ക് ചെയ്യുന്നത്. ഇത് എഞ്ചിനീയർ സുഭാഷ് സാർ. ചന്ദ്രൻ ആഗതരെ പരിചയപ്പെടുത്തി. ചന്ദ്രബാബു ജയരാമന് കൈകൊടുത്തു. ജയരാമനെ പറ്റി ഞാനെല്ലാം സാറിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കേറി വീട് കണ്ടാട്ടെ, വരൂ. ജയരാമൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. മൃദുല വഴിയൊഴിഞ്ഞു നിന്നു. വീടിന്റെ താഴത്തെ നിലയും മുകൾ നിലയും അവർ കയറി നോക്കി. പിന്നെ വീടിന്റെ പരിസരം ചുറ്റിക്കറങ്ങി കണ്ടു. അതിനുശേഷം പറമ്പിലേക്ക് പോയി. അമൃത മുഖം വീർപ്പിച്ച് കിച്ചണിൽ വന്നു. മൃദുല ചായ ഉണ്ടാക്കുകയായിരുന്നു. ഇതൊരു ശല്യം തന്നെ. എപ്പോഴും ആളുകൾ ബെഡ്റൂമിലേക്ക് കയറി വരുന്നതെന്ന് അറിയില്ല. വിൽപ്പനയ്ക്ക് വെച്ച അങ്ങനെ പലരും വരും. അവൾ പിറുപിറുത്തുകൊണ്ട് തിരിച്ചുപോയി. വന്നവർ മുറ്റത്ത് മാറി നിന്ന് കൂടിയാലോചനയായി. മൃദുല ചായയുമായി വന്നപ്പോൾ ജയരാമൻ അവരെ സിറ്റൗട്ടിലേക്ക് ക്ഷണിച്ചു. എത്ര രൂപയാ ജയരാമന്റെ ചോദ്യം? സുഭാഷ് ചായ മുത്തിയിട്ട് ചോദിച്ചു. 4.5 എനിക്ക് കിട്ടിയേ പറ്റൂ. കുട്ടികളുടെ പഠിപ്പിനു വേണ്ടി തൃശ്ശൂർ ഒരു വീട് വാങ്ങാനാ എൻ്റെ തീരുമാനം. പിന്നെ കുറച്ച് കടവുമുണ്ട്. എനിക്ക് നിങ്ങൾ 2 പേരും വേണ്ടപ്പെട്ടവരാ. അതുകൊണ്ട് ഒരു വിലപേശൽ വേണ്ട. ചന്ദ്രബാബു സാർ ഒരു വില പറ. ജയരാമൻ അതിൽ ഒതുങ്ങില്ലെങ്കിൽ നമുക്കിറങ്ങാം. മുണ്ടുള്ളി ചന്ദ്രൻ തീർപ്പ് കൽപ്പിക്കും പോലെ പറഞ്ഞു. ചന്ദ്രബാബു സുഭാഷിനെ നോക്കി. താൻ പറ. സുഭാഷ് പറഞ്ഞു. ഞാനിങ്ങോട്ട് ട്രാൻസ്ഫറായി വന്നിട്ട് ഒരാഴ്ചയായി. ഫാമിലിയെ കൂടെ കൊണ്ടുവരാൻ കഴിയാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. വില സമ്മതിച്ചാൽ നാളെ വേണമെങ്കിലും രജിസ്ട്രേഷൻ നടത്താനും ഞാൻ തയ്യാറാ. 4C ആണെങ്കിൽ ഇപ്പോൾ ടോക്കൺ അഡ്വാൻസ് തരാം. ആധാരം ഒന്ന് വേരിഫൈ ചെയ്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ. അകത്തു നിന്ന് മൃദുല എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾ അതിൽ ഉറപ്പിക്കുമെന്ന് അവൾക്ക് ബോധ്യമായി. ജയരാമൻ എന്ത് പറയുന്നു? മുണ്ടുള്ളി ചന്ദ്രൻ ചോദിച്ചു. ഞാനതിൽ സമ്മതിക്കില്ലായിരുന്നു. കുറച്ച് കടക്കെണിയിൽ പെട്ടുപോയി. ശരി, നമുക്കുറപ്പിക്കാം. ചന്ദ്രബാബു എഴുന്നേറ്റ് ജയരാമന് കൈ കൊടുത്തു. മൃദുല ചുമർ ചാരി നിന്നപ്പോൾ സംസാരം കാതിലെത്തി. ഇത് 1 ലക്ഷം രൂപയുണ്ട് ടോക്കൺ അഡ്വാൻസ്. ഇനി ആധാരം ഒന്ന് തരണം. നാളെ 11 മണിയോടെ ഞാൻ സാറിൻ്റെ ബാങ്കിൽ കൊണ്ടുതരാം. മറ്റന്നാൾ രജിസ്ട്രേഷൻ നടത്താൻ പറ്റിയില്ലെങ്കിൽ സാർ എനിക്കൊരു 2 കോടി രൂപ എഗ്രിമെൻ്റ് പ്രകാരം തരണം. കടം തീർക്കാനാ. ജയരാമൻ്റെ സ്വരം മൃദുല കേട്ടു. രജിസ്ട്രേഷൻ മറ്റന്നാൾ തന്നെ നടത്താം. ഇനി അഥവാ കഴിഞ്ഞില്ലെങ്കിൽ ചോദിച്ച പണം ഞാൻ തന്നോളാം. ചന്ദ്രനെ എനിക്ക് വിശ്വാസാ. മൃദുല കിച്ചണിലേക്ക് നടന്നു. വിൽപ്പന ഉറച്ചു. അഡ്വാൻസും വാങ്ങി. നാളെ 10 മണിക്ക് മുമ്പ് മഹി ആധാരം വീണ്ടെടുത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ. മൃദുലയുടെ നെഞ്ചിടിപ്പ് പെരുമ്പറ പോലെ മുഴങ്ങി. ഹോട്ടൽ മുറിയിൽ മഹേഷ് അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിടിവള്ളികളെല്ലാം കൈവിട്ടു പോവുകയാണ്. മൃദുലയെ ഒതുക്കാൻ കഴിയില്ല. നാളെ 10 മണിയാണ് മൃദുല തന്ന സമയം. ആ സമയത്തിന് ആധാരം അവിടെ എത്തിക്കാതിരുന്നാൽ മൃദുല വീട്ടിലേക്ക് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ അവൾ പറഞ്ഞത് തന്നെ സംഭവിക്കും. അവൾ ട്രാപ്പിൽപ്പെടുത്തി പീഡിപ്പിക്കുകയും നഗ്നചിത്രങ്ങൾ പകർത്തി സ്വത്ത് തട്ടിയെടുത്തെന്നും ചിത്രീകരിക്കപ്പെടും. ഒരു ഉൾക്കിടലം അവനുണ്ടായി. ഇതുവരെ ഉണ്ടാക്കി വെച്ച മുഴുവൻ ഇമേജും ഒരു നിമിഷം കൊണ്ട് തവിടുപൊടിയാകും. അവൾ പരാതി കൂടി കൊടുത്താൽ എവിടെ പോയി ഒളിച്ചാലും പോലീസ് പൊക്കും. മൃദുലയെ ജയരാമന്റെ കൂടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ തൻ്റെ ലക്ഷ്യം പ്രാവർത്തികമാകൂ. അവർ തമ്മിൽ ഒരിക്കലും പിണങ്ങരുത്. അവൻ്റെ ഉള്ളിൽ പക തിളച്ചത് ഭാമിനിയോടായിരുന്നു.
സോനുവിനെ തനിക്ക് കെട്ടിച്ചു തരുമെന്ന കാര്യത്തിൽ ഇനി പ്രതീക്ഷ വേണ്ട. മഹേഷ് ചെന്ന് 3ാമത്തെ പെഗ് വിസ്കിയും കഴിച്ചു. അങ്ങനെ അങ്ങ് തോറ്റുകൊടുക്കുന്നവനല്ല മാമ്പള്ളി മഹേഷ്. ജയിക്കാനായി ജനിച്ചവനെന്ന് സ്വയം അഭിമാനിച്ചിട്ട് അവൻ സെല്ലെടുത്ത് സോനുവിന്റെ നമ്പറിലേക്ക് വിളിച്ചു. റിങ് ചെയ്തു നിന്നതല്ലാതെ അവൾ കോൾ അറ്റൻഡ് ചെയ്തില്ല. അവന്റെ ശരീരം പുകഞ്ഞു കത്തി. കോളിംഗ് ബെൽ ശബ്ദിച്ചു. അവൻ ചെന്ന് വാതിൽ തുറന്നു. എക്സിക്യൂട്ടീവ് ഹരി മൃദുമലയായിരുന്നു. സോനുവും മമ്മിയും വീട്ടിലേക്ക് പോകണമെന്ന് പറയുന്നു. ഷൂട്ട് മുടങ്ങിയെന്ന മട്ടില ആ പെമ്പ്രനോരത്തിയുടെ ഡയലോഗ്. താൻ സോനുവിനെ വിളിച്ച് ഫോൺ എന്റെ കയ്യിൽ താ. വാതിൽക്കൽ നിന്ന് മഹേഷ് പറഞ്ഞു. കോറിഡോറിൽ നിന്ന് അയാൾ സോനുവിന്റെ നമ്പറിലേക്ക് വിളിച്ചു. അവൾ എടുത്താലുടൻ എന്റെ കയ്യിൽ തരണം, മഹേഷ് പറഞ്ഞു. അയാൾ തലകുലുക്കി. ഹരിച്ചേട്ടാ. സോനുവിന്റെ സ്വരം വന്നതും അയാൾ ഫോൺ മഹേഷിന് കൊടുത്തു. മഹേഷ് റൂമിൽ കയറി വാതിലടച്ചു. ഹരിയല്ല, മഹിയാണ്. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേട്ടിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്ക്. എന്നോട് ക്ഷമിക്കണേ മഹിയേട്ടാ, ഞാൻ മനഃപൂർവ്വം ഫോൺ എടുക്കാതിരുന്നതല്ല. മമ്മി ആകെ മുഷിഞ്ഞിരിക്കുക. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടേയില്ല. എനിക്ക് സോനുവിനെ ഒന്ന് കണ്ടേ പറ്റൂ. നിങ്ങൾ പടം മുടങ്ങിയെന്ന് കരുതി തിരിച്ചു പോകുന്ന കാര്യം ഹരി പറഞ്ഞു. അതിനു മുമ്പ് തമ്മിൽ കാണണം. മമ്മി എന്നെ പുറത്തു വിടില്ല. മമ്മി ബാത്റൂമിലായിട്ടാ എനിക്ക് മഹിയേട്ടനോട് സംസാരിക്കാൻ പറ്റിയത് തന്നെ. അവൾ കരയുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. നീ എന്നെ കാണാൻ വന്നില്ലെങ്കിൽ ജീവിതാവസാനം വരെ നീ കരയേണ്ടി വരും. 2 രാത്രി ഒന്നിച്ചൊരു മുറിയിൽ കഴിഞ്ഞവരാ നമ്മൾ. നിന്റെ മമ്മിക്ക് അതേപറ്റി ഊഹമേ ഉള്ളൂ. അനുഭവമുള്ളത് നിനക്കാ. മഹിയേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവളുടെ സ്വരത്തിലെ പതർച്ച അവൻ തിരിച്ചറിഞ്ഞു. നീ കൂടുതൽ ദൂരെയൊന്നും വരണ്ട. താമസിക്കുന്ന ഹോട്ടലിന്റെ മുന്നിലേക്കിറങ്ങി വന്നാൽ മതി. 15 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും. നിന്റെ മമ്മിയുടെ വാക്കാണ് നിനക്ക് വലുതെങ്കിൽ ഈ സിനിമ ഇവിടെ വെച്ച് തീരുമെന്ന് മാത്രമല്ല, നീ ഇനി ഫീൽഡിൽ വരാനും പോകുന്നില്ല. ഞാൻ ഇറങ്ങി വരാം. ഗുഡ്. മഹേഷ് കോൾ കട്ട് ചെയ്തു. കാറിന്റെ കീ എടുത്ത് ഡോറിന്റെ ലോക്ക് ബട്ടൺ താഴ്ത്തിയിട്ട് പുറത്തിറങ്ങി. വാതിൽ വലിച്ചടച്ചു. അവിടെ ഹരി മൃദമല നിൽപ്പുണ്ടായിരുന്നു. അവൻ ഫോൺ തിരിച്ചു കൊടുത്തു. സോനു എന്ത് പറഞ്ഞു സർ? ഞാൻ അവളെ കണ്ടിട്ട് വരാം. കുണ്ടന്നൂരിൽ സോനു താമസിക്കുന്ന ഹോട്ടലിന്റെ മുന്നിലെത്താൻ 20 മിനിറ്റ് എടുത്തു. അവൻ കാറിൽ നിന്നിറങ്ങിയപ്പോൾ ഗ്ലാസ് ഡോർ തുറന്ന് സോനു ഇറങ്ങി വന്നു. മഹേഷ് അവളെ ഒന്ന് നോക്കിയിട്ട് റെസ്റ്റോറന്റിലേക്ക് കയറി. അവൾ കൂടെ ചെന്നു. ഒഴിഞ്ഞ ടേബിളിന് അഭിമുഖം 2 പേരും ഇരുന്നു. അവൻ സെൽഫോണും കാറിന്റെ കീയും ടേബിളിൽ വെച്ചു. ബേറർ വന്നപ്പോൾ 2 കോഫിക്ക് മഹേഷ് ഓർഡർ കൊടുത്തു. വാശിയുടെ കാര്യത്തിൽ എപ്പോഴും ഞാൻ മുന്നിലാ. കൂടെ നിൽക്കുന്നവർക്ക് വിശ്വാസക്കുറവ് തോന്നിയാൽ എനിക്കത് സഹിക്കാനും കഴിയില്ല. അപ്പോഴാ വാശി മനസ്സിലുണ്ടാവുന്നത്. മമ്മിക്കും മഹിയേട്ടനും ഇടയിൽ കിടന്ന് നീറുന്ന എന്നെപ്പറ്റി നിങ്ങൾ 2 പേരും ഓർക്കുന്നില്ല. മഹിയേട്ടനെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. ഒരു താലി കെട്ടിയില്ലെന്നേ ഉള്ളൂ. എനിക്ക് വിലപ്പെട്ടതെല്ലാം മഹിയേട്ടന് സമർപ്പിച്ചവളല്ലേ ഞാൻ. കരച്ചിൽ വന്നപ്പോൾ അവൾ കർച്ചീഫ് കൊണ്ട് ചുണ്ടമർത്തി. എന്തേ അങ്ങനൊരു ചിന്ത നിന്റെ മമ്മിക്കുണ്ടായില്ല? അതിൽ നിന്ന് നീ മനസ്സിലാക്കേണ്ടത് നിന്റെ മാനത്തിന് ആ സ്ത്രീ ഒരു വിലയും കൽപ്പിക്കുന്നില്ലെന്ന. അവർക്ക് വേണ്ടത് നിന്നെ വെച്ചുണ്ടാകുന്ന പണമാണ്. സൂനു മുഖം കുനിച്ചു. ലൊക്കേഷനിൽ മാത്രമല്ല, ഫീൽഡിലും പാട്ടായതാ നമ്മൾ തമ്മിലുള്ള ബന്ധം. നമ്മുടെ വിവാഹം തീരുമാനിച്ചതും എല്ലാവർക്കും അറിയാം. 2 രാത്രി നീ എന്റെ മുറിയിൽ ഉറങ്ങിയത് ആരും അറിഞ്ഞില്ലെന്നാണോ നിന്റെ മമ്മി കരുതുന്നത്? എല്ലാ രാത്രിയും നമ്മൾ ഒന്നിച്ചായിരുന്നെന്ന എല്ലാവരും വിശ്വസിക്കുന്നത്. എന്നിട്ടും ഈ പടം മുടങ്ങിയാൽ നിന്റെ മമ്മിക്കൊരു ചുക്കുമില്ലെന്ന് ചാൻസിന് വേണ്ടി നിന്നെ പലരുടെ റൂമിൽ കയറ്റി വിടാനും അവർ മടിക്കില്ല. നീ എന്താ അതൊക്കെ ഓർക്കാത്തത്? കരച്ചിലടക്കി പിടിച്ച് അവൾ ഇരുന്നു. 1.5 കോടി കിട്ടിയാലേ പടം പൂർത്തിയാക്കാനാവൂ. ഇതുവരെ 4 കോടിക്ക് പുറത്ത് ചെലവായി. ഞാൻ ഈ കണക്കുകളൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. 1.5 കോടി കിട്ടാൻ എനിക്ക് പ്രയാസമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഡയറക്ടറുടെ ബലത്തിൽ പണം തന്ന് കൂടെ കൂടാൻ ആളുണ്ട്. പലിശയ്ക്ക് പണം തരാൻ മാർവാടികളുണ്ട്. എന്നിട്ട് ഞാൻ നിന്റെ മമ്മിയുടെ അടുത്ത് വന്നത് നീ എന്റെ സ്വന്തമാണെന്ന വിശ്വാസത്തിലാ. എഗ്രിമെന്റ് വെച്ച് നിന്റെ മമ്മിയെ കോ പ്രൊഡ്യൂസർ ആക്കിയിട്ടേ ഞാൻ പണം കൈപ്പറ്റൂ. അത്രയും ആത്മാർത്ഥത കാണിച്ച് ഞാൻ കഴിവുകെട്ടവനായി, ഫ്രോഡായി. മമ്മിക്ക് മഹിയേട്ടനിലുള്ള വിശ്വാസം പോയി. മറ്റെന്തെങ്കിലും വഴി മഹിയേട്ടൻ നോക്ക്. മമ്മി പണം തരില്ല. ഞാൻ കെഞ്ചി കാല് പിടിച്ച് പറഞ്ഞിട്ടും മമ്മി അതൊന്നും കേട്ടില്ല. ഈ മൂവി ഇറങ്ങിയാൽ മമ്മിയുടെ വാക്കിന് ഞാൻ വില കൊടുക്കില്ല. മഹിയേട്ടന്റെ കൂടെ ഞാൻ ഇറങ്ങി വരും. കോഫി ടേബിളിൽ വന്നു. കപ്പ ഒന്ന് കറക്കിയിട്ട് അവൻ കയ്യിലെടുത്തു.
സാവധാനം കോഫി കഴിച്ചിട്ട് കപ്പ് താഴെ വെച്ചു. അതുവരെ മഹിയേട്ടൻ ഒന്ന് സഹിക്ക്. മഹേഷ് ചിരിച്ചു. നിനക്ക് വേണ്ടി ഈ സിനിമ ചെയ്യാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഞാനും മനസ്സിലൊരു കരുതലെടുത്തിരുന്നു. അത് തുറന്നു പറയാനുള്ള അവസരമാണിത്. നിന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള ഉൾഭയം എനിക്കുണ്ടായിരുന്നു. സിനിമയുടെ ലോകത്ത് ഇന്നു മാത്രമേ ഉള്ളൂ, നാളെയും ഇന്നലെയുമില്ല. എൻ്റെ മുഴുവൻ സമ്പാദ്യവുമായിട്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് ഇറങ്ങിയത്. തൻ്റെ സിംഹാസനം ഒരു ദേവദാസിക്ക് മുന്നിൽ അടിയറവ് വെച്ച രാജാവിൻ്റെ അവസ്ഥയാണ് എൻ്റേത്. അവൾ അവനെ ഉറ്റുനോക്കി. ഈ സിനിമ പൊളിയുകയോ നീ എനിക്ക് നഷ്ടപ്പെടുകയോ ചെയ്താൽ ആത്മഹത്യയല്ലാതെ എൻ്റെ മുന്നിൽ വേറൊരു വഴിയില്ല. പരസ്യ കമ്പനി വരെ പണയത്തിലായി. സിനിമ പൂർത്തിയാവുമ്പോൾ കയ്യിലുള്ളതെല്ലാം തീരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ്. അത് തന്നെ സംഭവിച്ചു. ഒടുവിൽ നീയും എനിക്ക് നഷ്ടമാവുകയാണ്. അത് തടയാൻ ഞാനും ചിലത് ചെയ്തു. ഞാനത് ചെയ്തില്ലെങ്കിൽ പണ്ട് പടമെടുക്കാൻ വന്ന് പൊളിഞ്ഞ് പാളീസായി ആത്മഹത്യ ചെയ്ത ഒരു മണ്ടൻ പ്രൊഡ്യൂസറിന്റെ കഥ മറ്റുള്ളവരോട് പറഞ്ഞ് നിന്റെ മമ്മി ഭാമിനി ചിരിക്കും. അവൻ ചിരിയോടെ ഫോൺ എടുക്കുന്നതും അതിൽ എന്തൊക്കെയോ തിരിയുന്നതും നടുക്കത്തോടെ അവൾ നോക്കിയിരുന്നു. അവൻ ഫോൺ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അമ്പരപ്പോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. നോക്ക്, പേടിക്കാനൊന്നുമില്ല. അവൾ ഫോണിലേക്ക് നോക്കിയതും കണ്ണുകളിൽ ഇരുട്ട് കയറി. സോനു വെട്ടിവിറച്ചു. ഇതുപോലെ 12 വീഡിയോകളുണ്ട്. കൊടൈക്കനാലിലെയും ഒറ്റപ്പാലത്തെയും ഹോട്ടലുകളിൽ നമ്മൾ ആഘോഷിച്ച മാദകരാവുകളുടെ തകർപ്പൻ വീഡിയോസ്. തീയാളുന്ന കണ്ണുകളുമായി സോനു മുന്നോട്ടാഞ്ഞു. മഹേഷ് കൈയെടുത്ത് വിലക്കി. ചതിയനെന്നോ വൃത്തികെട്ടവനെന്നോ അഭിസംബോധന ചെയ്യുന്നതിനു മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. നിന്നെ എനിക്ക് നഷ്ടമാവാതിരിക്കാനും ഞാനൊരു വിഡ്ഢിയാവാതിരിക്കാനുമാണ് എനിക്കിത് ചെയ്യേണ്ടി വന്നത്. നിങ്ങൾ ഇത്രയ്ക്ക് ചീപ്പാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവൾ അത് ഡിലീറ്റ് ചെയ്യാനൊരു ശ്രമം നടത്തുന്നതിനിടയിൽ അവൻ ഫോൺ കൈക്കലാക്കി. ചീപ്പ്, നല്ല പ്രയോഗം. അവൻ അവളെ നോക്കി ചിരിച്ചു. എനിക്ക് പ്രതിരോധിച്ച് നിന്നേ പറ്റൂ. എന്റെ ഇതുവരെയുള്ള മുഴുവൻ അധ്വാനവും സമ്പാദ്യവും സിനിമ എന്ന കടലിൽ ഒഴുക്കിക്കളഞ്ഞിട്ട് ഉത്തമ പുരുഷനായി ജീവിക്കണ്ട. നീയും നിന്റെ മമ്മിയും എന്നെ ചതിക്കുമെന്ന ഭയം യാഥാർത്ഥ്യമായില്ലേ? ഒരു കരുതൽ എന്റെ കയ്യിൽ ഇല്ലാതെ പോയെങ്കിലോ? ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ എനിക്ക് തല കൊണ്ടുവെക്കേണ്ടി വന്നേനെ. ഇനി പറ, ഞാനൊരു ചതിയനാണോ? സ്വന്തം മകളുടെ മാനം പോയിട്ടും കൂസാത്ത നിന്റെ മമ്മിയോളം വൃത്തികേടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ നിന്റെ ഉടൽ മതിവരുവോളം കണ്ടതല്ലേ ഞാൻ. ഇതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ പോകുന്നത്? കിതപ്പോടെ അവൾ ചോദിച്ചു. നീ എന്റെ കൂടെയുള്ള കാലത്തോളം ഞാനൊന്നും ചെയ്യില്ല സോനു. നിന്റെ മമ്മിക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായതായി നീ അറിയില്ലായിരുന്നു. അവനൊന്നും സംഭവിക്കാത്ത മട്ടിൽ കോഫി എടുത്തു കുടിച്ചു. റിലാക്സ്, നീ കോഫി കുടിക്ക്. നിങ്ങൾ ഇത് ഡിലീറ്റ് ചെയ്യണം. മഹേഷ് പുഞ്ചിരിച്ചു. നീ ഒരു മണ്ടി പെണ്ണ. ഈ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്താൽ എല്ലാം അവസാനിച്ചോ? അടുത്ത നടുക്കം അവളിലുണ്ടായി. നീ ധൈര്യമായിരിക്കെ. നിന്നോട് പക തീർക്കാനൊന്നും ഞാനിത് പുറത്തു വിടില്ല. ഞാനിത് ചെയ്യുന്നെങ്കിൽ ഒരു ചാവേറായിട്ടാവും. മനസ്സിലായില്ലേ? ഇത് ഇന്റർനെറ്റിൽ കയറ്റി വിടുന്നതോടെ ഞാനും ഇല്ലാതാവും. ആത്മഹത്യയുടെ തൊട്ടു മുമ്പേ ഞാനത് ചെയ്യൂ. സോനു മരവിച്ചിരുന്നു. എനിക്ക് ജീവിതം വഴിമുട്ടണം. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് ബോധ്യമാവണം. അതല്ലാതെ ഈ 12 വീഡിയോസും പുറത്തുവിടാൻ മണ്ടനല്ല ഞാൻ. ഇത് പുറത്തായാൽ നീ കേസ് കൊടുക്കില്ലേ? നിയമം സ്ത്രീപക്ഷത്തല്ലേ? 20-കാരിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്നൊക്കെയല്ലേ വാർത്തകൾ വരുന്നത്? പെണ്ണ് നിരപരാധി. അവളൊന്നും അറിയാത്ത പാവം. സത്യത്തിൽ ഈ മീടു വെളിപ്പെടുത്തൽ കൊണ്ട് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്താ? പെണ്ണ് അബലയാണെന്ന് സ്വയം സമ്മതിച്ചു കൊടുക്കലല്ലേ? നിനക്കും പറയാം, പ്രൊഡ്യൂസർ മഹേഷ് ചാൻസ് തരാമെന്ന് പറഞ്ഞ് നിന്നെ പീഡിപ്പിച്ച കഥ. പക്ഷേ ശിക്ഷ അനുഭവിക്കാൻ ഞാൻ ഉണ്ടാവില്ലെന്ന് മാത്രം. നിങ്ങളുടെ ഉദ്ദേശം എന്താ? എൻ്റെ പടം റിലീസ് ചെയ്യണം. നിന്റെ കഴുത്തിൽ എനിക്ക് താലി കെട്ടണം. ഒരു മനസ്സോടെ നമുക്ക് ജീവിക്കണം. അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അവൾ മൗനിയായി. ഇതെന്റെ മാത്രമല്ല, നിന്റെ സിനിമയാണെന്ന് കൂടി നീ കരുതണം. സിനിമ റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ വിവാഹം നടന്നിരിക്കണം. അതിന് നീ എന്നെ സഹായിച്ചേ തീരൂ. 1.5 കോടി മമ്മിയെ കൊണ്ട് നീ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കണം. നിന്റെ മമ്മിയും കോ പ്രൊഡ്യൂസറാവും. മുടക്കുമുതലിന്റെ ലാഭം അവർക്കും കിട്ടും. ഇപ്പോൾ തന്നെ 3 പാട്ടുകൾ സൂപ്പർ ഹിറ്റുകളായി കഴിഞ്ഞു. പടം വിജയിക്കുമെന്ന കാര്യത്തിൽ നിനക്കിനി സംശയമുണ്ടോ? സോനു കണ്ണുകൾ ഒപ്പിയെടുത്തു. സിനിമ മുടങ്ങിയല്ല എന്റെ വിധി എന്തായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിന്റെ മമ്മി കാണുന്നത് മറ്റൊരു പടത്തിൽ ജോയിൻ ചെയ്യുക. എന്റെ പടം മുന്നോട്ട് പോവുകയാണെങ്കിൽ സൗകര്യപൂർവ്വം വന്ന് അഭിനയിച്ചു തരിക.
ചന്ദ്രദാസിന്റെ റൈറ്റർ വന്ന് നിന്നോട് കഥ പറഞ്ഞ വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. നിന്റെ സമ്മതം കൂടാതെ തന്നെ നിന്റെ മമ്മി അതിന് വാക്കും കൊടുത്തു. അവൾ മുഖമുയർത്തി അയാളെ നോക്കി. അവൻ ചിരിയോടെ തലയാട്ടി. വേറെയും ഓഫറുകൾ വരുന്ന കാര്യവും എനിക്കറിയാം. ഇനിയൊന്നും നോക്കേണ്ടെന്നല്ലേ നിന്റെ മമ്മിയുടെ നിലപാട്? എല്ലാം ഞാൻ അറിയുന്നുണ്ട് സോനു. അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. മഹേഷ് ബേററെ കൈയാട്ടി വിളിച്ചു. അയാൾ വേഗം വന്നു. കോഫി തണുത്തു. അത് മാറ്റിയിട്ട് ഒരു ഓറഞ്ച് ജ്യൂസ് എടുത്തു. ശരി സാർ. കപ്പുകളെടുത്ത് അയാൾ പോയി. നീ എന്നെ ശപിക്കുകയോ പഴിക്കുകയോ ചെയ്യാതെ മമ്മിയെ വഴിക്ക് കൊണ്ടുവരാൻ നോക്ക്. വിവാഹം കഴിഞ്ഞാലും നിങ്ങൾ ഈ വീഡിയോസ് വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ്? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കിടപ്പറ സീൻ ഞാൻ പുറത്തുവിടുമെന്നാണോ സോനു സംശയിക്കുന്നത്? ഈ വീഡിയോസിൽ നീ മാത്രമല്ല ഉള്ളത്, ഞാനുമുണ്ട്. നീ മാത്രമുള്ള 2 വീഡിയോസേ ഉള്ളൂ. അത് നിന്റെ ബാത്റൂം സീന. ഛേ! അവൾ അറപ്പോടെ മുഖം തിരിച്ചു. നീ അത് വിട്ടേക്ക്. എന്നെ ആത്മഹത്യയിലേക്ക് നീ തള്ളിവിടരുത്. എന്റെ അപേക്ഷയാ. മമ്മിയോട് ഞാനിതൊക്കെ എങ്ങനെ പറയും? ഹൃദയം പൊടിഞ്ഞാണ് അവൾ ചോദിച്ചത്. പറയാതെ അവർ സമ്മതിക്കില്ലല്ലോ. നിന്റെ മമ്മി ഇത് കേട്ടൊന്നും വിധിയെ ശപിക്കില്ല. മോളെയും കൊണ്ട് അവർ ഈ ഫീൽഡിൽ ഇറങ്ങിയത് രണ്ടും കൽപ്പിച്ചു തന്നെയാ. നീ ചെന്ന് മടിക്കാതെ വിവരം പറ. ഇപ്പോ സമയം 12 മണി. 2 മണിക്ക് എന്റെ അക്കൗണ്ടിൽ 1.5 കോടി എത്തണം. നമുക്ക് മറ്റന്നാൾ ഷൂട്ടിംഗ് തുടങ്ങണം. പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് അവനൊരു നീണ്ട കവർ എടുത്തു. അതിൽ നിന്ന് മടക്കി വെച്ച മുദ്രപത്രം എടുത്ത് ടേബിളിൽ വെച്ചു. നിന്റെ മമ്മിയുമായുള്ള എഗ്രിമെന്റായത്. അവരുടെ കയ്യിൽ നിന്ന് 1.5 കോടി രൂപ ഞാൻ കൈപ്പറ്റി അവരെ കൂടി കോ പ്രൊഡ്യൂസറായി സമ്മതിച്ച് ഞാൻ തയ്യാറാക്കിയത്. അന്ന് നിന്റെ മമ്മിയെ കാണാൻ വന്നപ്പോ ഞാനിത് കയ്യിൽ കരുതിയിരുന്നു. നിന്റെ മുന്നിൽ വെച്ച് ഞാനിതിൽ സൈൻ ചെയ്യുക. പോക്കറ്റിൽ നിന്ന് പേനയെടുത്ത് 3 കടലാസുകളിലും അവൻ ഒപ്പുവെച്ചു. എന്നിട്ട് എഗ്രിമെന്റ് കവറിലാക്കി അവളുടെ കയ്യിൽ കൊടുത്തു. ഓറഞ്ച് ജ്യൂസ് ടേബിളിൽ വന്നു. അത് കഴിക്ക്. നിന്റെ ഉള്ളൊന്ന് തണുക്കട്ടെ. തൊണ്ട വരണ്ട് പൊട്ടിയതിനാൽ അവൾക്ക് കഴിക്കാതിരിക്കാനായില്ല. യൂണിറ്റിലുള്ളവരെല്ലാം പല ഹോട്ടലുകളിലായി കാത്തുകിടക്കുകയാണ്. നിന്റെ മമ്മിയുടെ തീരുമാനത്തിനായി. കാത്തിരിക്കാൻ എനിക്ക് സമയമില്ല. ആലോചിക്കണം എന്ന മറുപടിയും എനിക്ക് വേണ്ട. സമ്മതമാണെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ 1.5 കോടി രൂപ എന്റെ അക്കൗണ്ടിലെത്തണം. എഗ്രിമെന്റിൽ എന്റെ അക്കൗണ്ട് നമ്പറും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവൾ കർച്ചീഫ് കൊണ്ട് അധരങ്ങൾ ഒപ്പിയെടുത്തു. 2 മണി കഴിഞ്ഞാൽ ഞാൻ ഇവിടം വിട്ടുപോകും. എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാനാവില്ല. മറ്റന്നാൾ ഷൂട്ട് തുടങ്ങുമെന്ന് ഞാൻ എല്ലാവർക്കും ഉറപ്പ് കൊടുത്താ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഞാൻ പോയാൽ പിന്നൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. ആത്മഹത്യയല്ലാതെ മഹിയുടെ മുന്നിൽ മറ്റൊരു വഴിയില്ല. പക്ഷേ നിന്നെയും നിന്റെ മമ്മിയെയും ഞാൻ വെറുതെ വിടില്ല. അവൻ ഫോണും കീയുമായി എഴുന്നേറ്റപ്പോൾ അവളുടെ ഉള്ള പ്രകമ്പനം കൊണ്ടു. ഇനിയെല്ലാം നിന്റെ കയ്യിലാണ്. നിന്റെ ഭാവിയും എന്റെ ജീവിതവും നിന്റെ തീരുമാനം പോലിരിക്കും. എന്നാൽ ഞാൻ പോട്ടെ. ഇത് അവസാനത്തെ യാത്ര ചോദിക്കലാവാതിരിക്കാൻ ഞാനും പ്രാർത്ഥിക്കാം. മഹേഷ് റെസ്റ്റോറന്റിൽ നിന്നിറങ്ങിപ്പോയി. വിറകൊണ്ട മനസ്സും ശരീരവുമായി സോനു ഇരുന്നു. വാതിൽ തുറന്ന് മഹേഷ് മറഞ്ഞു. അവിടെ നിന്ന് എഴുന്നേറ്റപ്പോൾ നിലത്ത് വീണു പോകുമെന്ന് സോനുവിന് തോന്നി. എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടാണ് സിനിമയിലേക്ക് വന്നത്. വന്നുപെട്ടത് ഒരു ചതിക്കുഴിയിലും. ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ വേറെ ഓഫർ വന്നതാണ്. അയാളേക്കാൾ കഥയിലും സംവിധായകനിലുമുള്ള വിശ്വാസം കൊണ്ട് എല്ലാം വേണ്ടെന്ന് വെച്ചു. കാത്തിരിക്കുന്നത് മണ്ടത്തരമാണെന്ന് മമ്മി പലവട്ടം പറഞ്ഞതാണ്. ഒരു വിധത്തിൽ അവൾ ലിഫ്റ്റിൽ കയറി. ചാരിയിരുന്ന വാതിൽ തുറന്ന് അകത്ത് കയറിയതും ഭാമിനി ചൊടിച്ചുകൊണ്ട് എഴുന്നേറ്റു. എന്തായിരുന്നു ഇത്രയും നേരത്തെ സംസാരം? അതും ഓപ്പൺ പ്ലേസിൽ വെച്ച്. ഇനിയെങ്കിലും ആളുകളൊക്കെ ഉണ്ട്, ഓരോന്ന് പറയിപ്പിക്കാതെ ഇരുന്നൂടെ? കവർ ടീപ്പോയിൽ ഇട്ട ശേഷം അവൾ സിറ്റിയിൽ ചെന്നിരുന്നു. വേഗം റെഡിയാവാൻ നോക്ക്. കോഴിക്കോടിന് 2 ടിക്കറ്റ് ഏർപ്പാടാക്കാൻ പറഞ്ഞിട്ട് എക്സിക്യൂട്ടീവ് തിരിച്ചു വിളിച്ചില്ല. ടീപ്പോയിൽ കിടന്ന കവർ ഭാമിനി ചെന്നെടുത്തു. അതിൽ നിന്ന് എഗ്രിമെന്റ് എടുത്ത് വായിച്ചു. പരിഹാസച്ചിരി ഭാമിനിയുടെ മുഖത്ത് മിന്നി. മുഖം കുമ്പിട്ടിരുന്ന സോനുവിനെ നോക്കി. കൊള്ളാം, ഇത് തരാനാണോ അവൻ വന്നത്? നിനക്കത് ചുരുട്ടി അവന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് പോരാമായിരുന്നില്ലേ? മമ്മി അതിൽ സൈൻ ചെയ്യണം. ഞാൻ സൈൻ ചെയ്യാനോ? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഭാമിനി അവളുടെ നേരെ പാഞ്ഞു ചെന്നു. സോനുകൾ കണ്ണുകൾ തുടച്ചിട്ട് എഴുന്നേറ്റു. ഈ സിനിമ പുറത്തിറങ്ങിയേ പറ്റൂ. നമ്മൾ കൊടുക്കുന്ന പണത്തിന് രേഖയുണ്ട്. ലാഭത്തിന്റെ വിഹിതവും അതിൽ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ മാത്രമല്ല, എന്റെ ഭാവിയുമായി ഇപ്പോൾ തുലാസിലാടുന്നത്. അവന്റെ സെന്റിമെന്റ്സിൽ നീ വീണുപോയല്ലേടി? നിനക്ക് അവനോട് പ്രേമമല്ലേ? പലവട്ടം നിന്നോട് ഞാൻ പറഞ്ഞതാ.
എൻ്റെ ഷെയർ വിറ്റ് കിട്ടിയ പണം ഞാൻ അതിൽ കൊണ്ട് കളയില്ലെന്ന്. അന്ന് ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. കൂടുതൽ അടുത്തപ്പോഴല്ലേ അവനൊരു ഫ്രോഡാണെന്ന് മനസ്സിലായത്. മമ്മി പ്ലീസ്, അവൾ കെഞ്ചി. സോനു, ഇനി ഈ വിഷയം എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട. കയ്യിൽ വേണ്ടത്ര കാശുമായിട്ടല്ല അവൻ പടം ചെയ്യാൻ ഇറങ്ങിയത്. നമ്മളെപ്പോലെ പലരോടും അവൻ ഇരന്നിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഈ പടം തീരില്ല. അവൻ്റെ ആകെയുള്ള കൈ മുതൽ ആരെയും മയക്കി കുഴിയിൽ ചാടിക്കാൻ പോന്ന വാക്ചാതുരിയാണ്. നമ്മളത് മനസ്സിലാക്കാൻ വൈകിപ്പോയി. സിനിമയിൽ ആദ്യത്തെ അനുഭവമല്ലേ, ഇനി ഇതുപോലൊരു അബദ്ധം എനിക്ക് പറ്റില്ല. എഗ്രിമെൻ്റ് ഭാമിനി സെറ്റിയിലേക്ക് വലിച്ചെറിഞ്ഞു. സോനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. നിനക്കുണ്ടായ നഷ്ടം നമ്മൾ മറന്നേ തീരൂ. അതിന് ഭാമിനിക്ക് ജീവനുണ്ടെങ്കിൽ അവനോട് കണക്ക് ചോദിക്കും. ഈ സിനിമ പുറത്തിറങ്ങിയാൽ ഞാനത് ക്ഷമിക്കും. അല്ലെങ്കിൽ ഇനി അവൻ ഒരു പെണ്ണിൻ്റെയും ചാരിത്രം കവരില്ല. അവൻ്റെ കൈയും കാലും വെട്ടിയെരിഞ്ഞ് മാംസപിണ്ഡമാക്കി ജീവിക്കാൻ വിടും. ഭാമിനി അത് ചെയ്തിരിക്കും. ഭാമിനിയുടെ മുഖം ചുവന്നു, നാസികത്തുമ്പ് വിറച്ചു. ക്രമേണ അവൾ ശാന്തയായി. മോള് റെഡിയായി വാ, ഞാനൊരു ടാക്സി വിളിക്കാം. അടുത്ത വീക്കിൽ നമുക്ക് ചന്ദ്രദാസിൻ്റെ മൂവിയിൽ ജോയിൻ ചെയ്യണം. ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. കോസ്റ്റ്യൂമറോട് വീട്ടിലേക്ക് വരാനാണ് ഞാൻ പറഞ്ഞത്. സോനു വിതുമ്പിക്കരഞ്ഞു. നീ ഇത്ര സില്ലിയായല്ലോ. കുറച്ച് ബോൾഡാവാതെ ഈ ഫീൽഡിൽ നിൽക്കാനാവില്ല. പ്രേമത്തിനൊന്നും ഇവിടെ ഒരു വിലയുമില്ല. ഒരു കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ സന്തോഷിക്കുക വേണ്ടത്. ഭാമിനി ഉപദേശിച്ചു. ഈ കുരുക്കിൽ നിന്ന് എനിക്കിനി രക്ഷപ്പെടാനാവില്ല മമ്മി. അയാളെ പിണക്കിയാൽ മരിക്കുകയല്ലാതെ എൻ്റെ മുന്നിൽ മറ്റൊരു വഴിയില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് സോനു ഭാമിനിയെ കെട്ടിപ്പിടിച്ചു. ഭാമിനി പകച്ചുപോയി. എന്താ മോളെ? ഭാമിനിയുടെ ചുമലിൽ മുഖം വെച്ച് കരഞ്ഞുകൊണ്ട് അവളെല്ലാം പറഞ്ഞു. നടുങ്ങിത്തരിച്ച് ഭാമിനി നിന്നു. ഞാൻ കണ്ടു മമ്മി. അയാൾ അതെല്ലാം എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ ജീവിതം തകർന്നു മമ്മി. ഞാനിനി എന്തിനു ജീവിക്കണം? ഒച്ച പോലും ഭാമിനിയിൽ നിന്നുണ്ടായില്ല. ഇന്ന് 2 മണിക്ക് മുമ്പ് 1.5 കോടി രൂപ അയാളുടെ അക്കൗണ്ടിൽ എത്തിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാവാതെ അയാൾ നാടുവിടും. ഞാനും അതോടെ ഇല്ലാതാവും. എഗ്രിമെൻ്റ് വെച്ചല്ലേ അയാൾ പണം വാങ്ങുന്നത്. നമ്മൾ അതൊരിക്കൽ കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. ഈ സിനിമ പൂർത്തിയാവണം. നശിച്ചു പോയവളാ ഞാൻ. അയാളെ അല്ലാതെ മറ്റൊരാളെ എനിക്ക് വിവാഹം ചെയ്യാനും കഴിയില്ല. ഭാമിനിയുടെ തോളിൽ മുഖമുരുട്ടി അവൾ കരഞ്ഞു. ശില പോലെ ഭാമിനി നിന്നതേയുള്ളൂ. കണ്ണുകൾ മാത്രം നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അങ്കിൾ നാളെ 10 മണിക്ക് ആധാരം കൊടുക്കാമെന്ന് പറയേണ്ടിയിരുന്നില്ല. സഞ്ജുവിൻ്റെ അഭിപ്രായത്തോട് വിനീൻ മാഷി യോജിച്ചു. ഞാനും അത് ജയരാമനോട് പറഞ്ഞതാ സഞ്ജു. മഹി അതിനിടയിൽ എങ്ങനെ 3 കോടി രൂപ കണ്ടെത്തും? വെറുതെ കോടികളുടെ കണക്ക് പറഞ്ഞു. നിനക്ക് അത്രയും വലിയ തുക നിസ്സാരമായോ? ഒരു സമയപരിധി പറയണ്ടേ മോനെ? ജയരാമൻ ചോദിച്ചു. ഞാൻ പറഞ്ഞതൊക്കെ അങ്കിൾ മറന്നു. ആധാരം പരിശോധിക്കാൻ ചോദിക്കുമ്പോൾ നാളെ ബാങ്കിൽ എത്തിച്ചു തരാമെന്ന് പറയാൻ പാടില്ലായിരുന്നു. അതിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത്. അതെന്തായാലും വീട്ടിലുണ്ടാവും. എഗ്രിമെൻ്റ് വെച്ച് 2 കോടി തരുന്ന സമയത്ത് ഒറിജിനൽ ആധാരം കൊണ്ടുവരുമെന്നാ പറയേണ്ടിയിരുന്നത്. പണം കണ്ടെത്തി ആധാരം വീണ്ടെടുക്കാനുള്ള ശ്രമം കണ്ടെത്താൻ മഹിക്ക് സമയം കൊടുക്കണം. അതുവരെ എഗ്രിമെന്റിന് നമ്മൾ പോകാതിരുന്നാൽ പോരെ? നമ്മുടെ ലക്ഷ്യം വീട് വിൽപ്പനയല്ല. ജയരാമൻ നിശ്വസിച്ചു. മോൻ പറഞ്ഞത് ഞാൻ മറന്നതൊന്നുമല്ല. ഈ നാടകം നീട്ടിക്കൊണ്ടു പോയിട്ട് ഒരു കാര്യവുമില്ലെന്ന് എനിക്ക് തോന്നി. അവൻ വിചാരിച്ചാൽ ഈ തുക ഉണ്ടാക്കാൻ പറ്റില്ല. സമയം വെറുതെ നീട്ടിക്കൊടുത്തിട്ടും കാര്യമില്ല. നാളെ കൊണ്ട് കല്ലും നെല്ലും വേർതിരിച്ചറിയണം. എൻ്റെ കുട്ടികളെയും കൊണ്ട് എനിക്ക് ആ വീട്ടിൽ നിന്നും ഇറങ്ങണം. അയാൾ അനുഭവിക്കുന്ന വേദനയുടെ ആഴം സഞ്ജുവിന് മനസ്സിലായി. ഇത്രയും കാലം ഞാൻ അവളുടെ മുന്നിൽ കടിച്ചു പിടിച്ച് നിന്നില്ലേ? ഇനി വയ്യ. എൻ്റെ കുട്ടികളെ പോറ്റാനുള്ള പണം ദൈവകൃപയാ എനിക്ക് തിരിച്ചു കിട്ടി. ജയരാമൻ്റെ കണ്ണു നനഞ്ഞു. അപ്പോ നാളെ സ്ഫോടനാത്മകമായ സംഭവങ്ങൾ അരങ്ങേറുമല്ലേ? വിനയൻ മാഷി ചോദിച്ചു. അമ്മുവിൻ്റെ കാര്യത്തിലാണ് എനിക്ക് പേടി. അവളെ എങ്ങനെ നിയന്ത്രിക്കുമെന്ന് എനിക്കറിയില്ല വിനയ. മോൻ ആ പരിസരത്ത് എവിടെയെങ്കിലും കാണണം. അങ്കിൾ എഴുതി തള്ളാൻ വരട്ടെ. അവൻ രാവിലെ ആധാരവുമായി വന്നാലോ? ആരെ കൊന്നിട്ടാണെങ്കിലും അവൻ അത് ചെയ്യുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഫിനാൻസ് പ്രോബ്ലം കാരണം ഷൂട്ടിംഗ് മുടങ്ങിയിരിക്കുക. സോനു തന്നെയാണ് എന്നോടിത് പറഞ്ഞത്. അവന് ഈ സമയം പണം വേണം. കിട്ടാൻ പോകുന്നത് 30 കോടിയാ. അത് ആ സ്ത്രീയുടെ പേരിൽ വരുമെന്നല്ലേ അങ്കിൾ പറഞ്ഞിരിക്കുന്നത്? ജയരാമൻ മൂളി. സിനിമ നടക്കുന്നത് കൊണ്ട് പണം മറിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആരുടെയെങ്കിലും മുന്നിൽ പണയപ്പെടുത്തിയാലും അവൻ പണം കണ്ടെത്തും. അബുദാബിയിൽ പോയി വന്നാൽ 7 കോടിയാ അങ്കിൾ അവന് കൊടുക്കുന്നത്. സഞ്ജു ചിരിച്ചു. ജയരാമന് ഒരു വിശ്വാസവും ഉണ്ടായില്ല. നേരം സന്ധ്യയായി. മോൻ ചെല്ല്. ശരിയെങ്കിൽ
രാവിലെ ഞാനങ്ങ് പോരാം. സഞ്ജു കാറിൽ കയറിപ്പോയി. അവൻ വലിയ ആത്മവിശ്വാസത്തിലാ. പക്ഷേ നീ പറയുന്നതിലാ കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. വിനയൻ മാഷ് പറഞ്ഞു. നാളെ കൊണ്ട് ഞാനൊരു വലിയ ഭാരം ഇറക്കി വെക്കും. കുട്ടികളുമായി എങ്ങോട്ട് പോകുമെന്ന ചിന്തയിലാ ഞാൻ. ഒരു വീട് വാങ്ങുന്നതുവരെ നമുക്കെൻ്റെ വീട്ടിൽ കഴിയാമെടാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നീ അതോർത്ത് വിഷമിക്കരുത്. നീ വാ. ജയരാമൻ ചെന്ന് ബൈക്കിൽ കയറി. നീ വിട്ടോ, ഞാൻ വന്നിട്ട് കാര്യമില്ല. ഒരു സാധനം വാങ്ങണം. ജയരാമൻ മംഗലം പാലം കഴിഞ്ഞ് ഋഷിനാരദ മംഗലത്തേക്ക് തിരിഞ്ഞു. ബൈക്കിൽ മുറ്റത്ത് വന്നിറങ്ങുമ്പോൾ മൃദുല ചിന്താധീനയായി സിറ്റൗട്ടിൽ ഇരിപ്പുണ്ട്. അയാൾ കയറി വന്നപ്പോൾ അവൾ എഴുന്നേറ്റു. മഹി ഇന്ന് രാത്രി തിരിച്ചു വന്നില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കുഴിയും. മുണ്ടുള്ളി ചന്ദ്രൻ വിളിച്ചു. ആധാരം പരിശോധിച്ചാലേ എഗ്രിമെന്റ് പ്രകാരം 2 കോടി തരൂന്ന് അവർ പറഞ്ഞത്രേ. വിലയാധാരം വാങ്ങുന്നത് ബാങ്ക് മാനേജറുടെ അച്ഛൻ്റെ പേരിലാ. അയാളാണെങ്കിൽ തലനാരിഴ കീറി പരിശോധിക്കുന്ന ആളും. ജയരാമൻ ഇരുന്നു. അവൻ കൊണ്ടുവരാമെന്നാ പറഞ്ഞത്. അവളുടെ സ്വരത്തിൽ സംശയത്തിന്റെ നിഴലുണ്ടായിരുന്നു. അവൻ അവളെ കൈയൊഴിഞ്ഞെന്ന് അയാൾക്ക് മനസ്സിലായി. ഞാൻ അവനെ വിളിച്ചതാ. ഫോൺ സ്വിച്ച് ഓഫാ. വീട്ടിൽ എവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞാ മതി. ഞാൻ ചെന്നെടുക്കില്ലേ. അവന്റെ റൂം പൂട്ടിക്കൊണ്ടു പോകുമെന്ന് മണിച്ചേച്ചി പറഞ്ഞു. എന്തൊരു ഗതികേടാന്ന് ആലോചിച്ചു നോക്കിയേ. അവനെത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ചെന്ന് വാതിൽ കുത്തി തുറക്കും. മറ്റന്നാൾ ആ ചിട്ടിയിൽ ചേർന്ന ആളുകൾ കയറി വരുന്നത്. എന്തെങ്കിലും നടക്കുന്നെങ്കിൽ നാളെ അത് ഈ വീട്ടിലുണ്ടാവും. അതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. അയാൾ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. മൃദുലയുടെ ഉള്ള് വെന്തുരുകാൻ തുടങ്ങി. അകത്ത് വന്നപ്പോൾ ബാത്റൂമിൽ വെള്ളം വീഴുന്ന ഒച്ച കേട്ടു. അവൾ കിച്ചണിലേക്ക് പോയി. മഹിയെ ഇനി വിളിക്കേണ്ടെന്ന് കരുതിയതാണെങ്കിലും അടങ്ങിയിരിക്കാൻ അവൾക്കായില്ല. ഫോൺ എടുത്ത് ലോക്ക് മാറ്റി അവന്റെ നമ്പറിൽ വിളിച്ചു. സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു എന്ന മറുപടി വന്നു. അവന്റെ വാട്സാപ്പിലേക്ക് അവൾ കുറെ ഭീഷണി സന്ദേശങ്ങൾ അയച്ചു. എപ്പോഴെങ്കിലും ഫോൺ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കാണട്ടെ. 9:30 മണിയായപ്പോൾ അവൾ വന്ന് അത്താഴം കഴിക്കാൻ ജയരാമനെ വിളിച്ചു. എനിക്ക് വിശപ്പും ദാഹവുമില്ല. വീട് വാങ്ങാൻ വന്നവർ വാക്കുമാറുമോന്ന പേടിയാ. നീ കഴിച്ചിട്ട് കിടന്നോ. അയാളെ നിർബന്ധിച്ച് ആഹാരം കഴിപ്പിക്കാനുള്ള മാനസികാവസ്ഥ അവൾക്കും ഇല്ലായിരുന്നു. മൃദുല റൂമിൽ വന്നിരുന്നു. പെട്ടെന്ന് അവൾ ഫോൺ എടുത്ത് മണിയമ്മയെ വിളിച്ചു. ആരാ? മറുപടി വന്നു. മൃദുലയാ മണിച്ചേച്ചി. മഹി വന്നോ? അവനെ ഇതുവരെയും കണ്ടില്ല. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ശരി. അവൾ ഫോൺ വെച്ചു. മണിയമ്മ അവിടെയുണ്ടെന്ന് ഉറപ്പായി. അവൻ ചതിച്ചത് തന്നെ. നാളെ രാവിലെ അവന്റെ വീട്ടിലേക്ക് പോകണം. ജയേട്ടൻ അന്വേഷിച്ചു വരുമ്പോൾ പറയേണ്ടത് മറ്റൊന്നാണ്. അവൻ ആധാരം പണയപ്പെടുത്തി മറ്റാരുടെയോ കയ്യിൽ നിന്ന് വായ്പ വാങ്ങി. അവൻ കൊണ്ടുവന്ന പേപ്പറിൽ അറിയാതെ താൻ ഒപ്പിട്ടുപോയി. അവൻ ആധാരം തിരിച്ചു തരാതെ വീട്ടിലേക്കില്ലെന്ന് ശബ്ദമെടുക്കണം. പിടിച്ചു നിന്നേ പറ്റൂ. കരഞ്ഞു കാണിച്ചാൽ ജയേട്ടൻ ക്ഷമിക്കും. രാത്രി ഏറെ വൈകിയാണ് മൃദുല ഉറങ്ങിയത്. എഴുന്നേറ്റ പാടെ ഒന്നുകൂടി മഹിയെ വിളിച്ചു നോക്കി. പഴയ പല്ലവി തന്നെ കേട്ടു. കിച്ചണിൽ ചെന്ന് ചായ ഉണ്ടാക്കി അവൾ സിറ്റൗട്ടിൽ വന്നപ്പോൾ ജയരാമൻ ചാരുപടിയിൽ കാലുകൾ കയറ്റിവെച്ച് കണ്ണടച്ചിരിപ്പുണ്ട്. ജയേട്ടാ. അയാൾ കണ്ണു തുറന്നപ്പോൾ അവൾ ചായക്കപ്പ് ടീപ്പോയിൽ വെച്ചു. ഞാനിന്ന് മണിച്ചേച്ചിയുടെ വീട് വരെ പോകാം. നീ എന്തിനാ പോകുന്നത്? പോകേണ്ടത് ഞാനല്ലേ. അയാളുടെ ഭാവം മാറി. അവൾ ഒരു ചുവട് പിന്നാക്കം വെച്ചു. ഒരു വാഹനത്തിന്റെ ഇരമ്പൽ റോഡിൽ കേട്ടു. ഗേറ്റ് തിരഞ്ഞ് ആ വാഹനം മുറ്റത്തേക്ക് കയറി വന്നു. അത് മഹിയുടെ ഇന്നോവ ക്രിസ്റ്റയായിരുന്നു. മൃദുല അടിമുടി പൂത്തുലഞ്ഞു. അതാ മഹി വന്നല്ലോ. ജയരാമന്റെ സിരകളിലൂടെ രക്തം ഇരമ്പിപ്പാഞ്ഞു. സ്വപ്നം കാണുകയാണോ എന്ന സംശയത്തോടെ അയാൾ തുറച്ചു നോക്കി. കാറിന്റെ ഡോർ തുറന്ന് കയ്യിലൊരു ഫയലുമായി മഹേഷ് ഇറങ്ങി വരുന്നു. ജയരാമൻ യാന്ത്രികമായി എഴുന്നേറ്റു. ചിരിയോടെ മഹേഷ് സിറ്റൗട്ടിലേക്ക് കയറി വന്നു. മഹി, ആധാരമാണോ? മൃദുല ഉത്കണ്ഠയോടെ ചോദിച്ചു. 4 മണിക്ക് ഞാൻ എറണാകുളത്ത് നിന്ന് തിരിച്ചതാ. ഇത് വീട്ടിലുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. കരമൊടുക്കാൻ തന്നു വിട്ടതാ. ആന്റി എന്നെ ഓർമ്മിപ്പിച്ചതുമില്ല. ഇതാ ജയൻമാമേ, വീടിന്റെയും പറമ്പിന്റെയും ആധാരം. ചിരിയോടെ മഹേഷ് അത് ജയരാമന്റെ നേരെ നീട്ടി. ഈശ്വര, ഇത് സത്യമോ മിഥ്യയോ? കൈവിട്ടു പോയെന്ന് പൂർണ്ണമായും വിശ്വസിച്ച തന്റെ വീടും പറമ്പും. ജയരാമൻ കൈ നീട്ടി ഫയൽ വാങ്ങി. തിടുക്കത്തിൽ അതിനുള്ളിൽ നിന്ന് ഒറിജിനൽ ആധാരം അയാൾ എടുത്തു. ഹോ, ഇപ്പോഴാ സമാധാനമായത്. ജയരാമന്റെ ഹൃദയത്തിൽ നിന്നാണ് ആ വാക്കുകൾ പുറത്തു വന്നത്. കണ്ണുകൾ നിറഞ്ഞു പോകരുതേ എന്ന് അയാൾ പ്രാർത്ഥിച്ചു. അകത്തു നിന്നെല്ലാം കേട്ടുനിന്ന അമൃത ഒച്ച പുറത്തു വരാതെ 2 കൈയും ചുരുട്ടി ആഹ്ലാദ പ്രകടനം നടത്തി. യെസ്, ഓപ്പറേഷൻ സക്സസ്.
ഉന്മാദിനിയെപ്പോലെ അവൾ സ്റ്റെയർ കേസ് ഓടിക്കയറി. ഐ ലവ് യു സഞ്ജു, ഐ ലവ് യു. അടുത്ത ഭാഗം നാളെ.